മല്ലിയോട്ടുകാവ് അമ്പലത്തിലെ ക്ഷേത്ര പരിസരത്തല്ല, ക്ഷേത്രത്തിനടുത്താണ് ഇവരുടെ ഒരു വീട്. കസിൻ ക്രൂ എന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലെ പേര്. അവര് അതേ പേരിൽ തന്നെ അവിടെ ഒരു ഫുഡ് സ്റ്റാൾ തുടങ്ങും. എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിനുള്ളിൽ തന്നെ, വീടിനുള്ളിൽ എന്ന് വെച്ചാൽ വീടിലെ പറമ്പില്. അപ്പോൾ അവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് ഇത് പ്രശ്നമാക്കുകയും അതിനുശേഷം അതൊരു വലിയൊരു പ്രശ്നമായി തീരുകയും ഇതാണ് ചർച്ച. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയ ഇടുകയും അത് വല്ലാത്ത രീതിയിൽ വൈറലാവുകയും കമന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി അതിനിടക്ക് ആ വീഡിയോയിനിടക്ക് എന്തോ ഒരു വേർഡ് യൂസ് ചെയ്തായിരുന്നു. അത് ഭയങ്കരമായിട്ട് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ കസിൻ ഗുരുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. അതിനു മുന്നേ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ക്ഷേത്ര പരിസരത്ത് ഈ കച്ചവടം നടത്തുന്നത് സാധാരണയാണ്. അത് പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടാവും, ഫുഡ് സ്റ്റാളുകൾ ഉണ്ടാവും, അതേപോലെ ബാക്കിയുള്ള കളിപ്പാട്ടം വിൽക്കുന്നത്, അതേപോലെ ഫാൻസി ഐറ്റംസ്, പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടാവും. അത് ഓരോ അമ്പലത്തിന്റെയും തീരുമാനമാണ് ആ സ്റ്റാളിൽ നിന്ന് പൈസ വാങ്ങണോ വേണ്ടിയോ എന്നുള്ളത്. അതിപ്പോ ദിവസവേതനമായിരിക്കാം, ഇത്ര ഓരോ ദിവസവും ഇത്ര പൈസ എന്നുള്ളത് ആ അമ്പല കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. പിന്നീട് റോഡ് സൈഡിലാണെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിന്റെയും അണ്ടറിൽ വരുന്നതാണ്. അത് അവർക്കാണ് പൈസ കെട്ടിയിട്ട് ലൈസൻസ് എടുക്കേണ്ടത്. ഇപ്പോ ഈ കസിൻ ഗ്രൂ എന്ന് പറയുന്നവര് തുടങ്ങിയത് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയത് അവരെ വീട്ടിലെ പറമ്പിലാണ്. അപ്പൊ അത് ആർക്കും ഒരു ഡിസ്റ്റർബ് ഇല്ലാത്ത സംഭവം തന്നെയാണ്. പിന്നെ ഇതില് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് നമ്മളൊരു സ്റ്റാള് തുടങ്ങുമ്പോൾ അത് പബ്ലിക്കിന് ഡിസ്റ്റർബ് ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ട്രാഫിക് മെയിനായിട്ട് ഉണ്ടാകാൻ പാടില്ല. റോഡ് സൈഡിൽ നടത്തുമ്പോൾ ട്രാഫിക്കൽ ഉണ്ടാവില്ല, ആ ട്രാഫിക് മെയിനായിട്ട് ഉണ്ടാവില്ല. ഇതൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റാള് തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവർ തുടങ്ങിയത് വീട്ടിലെ പറമ്പിലാണ്. അതുകൊണ്ട് ഇതൊരു വലിയൊരു പ്രശ്നമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷെ ഇത് വേറൊരു കാര്യം വെച്ചാൽ ഈ ഫുഡ് സ്റ്റാൾ ആണെങ്കിൽ അതിന് ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ആ ലൈസൻസ് എടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവര് വ്യക്തമായിട്ടില്ല. എന്തായാലും നമുക്ക് അവരെ ഈ പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം അവരുടെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മള് കസിൻസ് ക്രൂവിന്റെ പേരിൽ ഇവിടെ വിഷുവിന്റെ ഭാഗമായിട്ട് മല്ലോട്ട് ബാലോട്ട് കാവിന്റെ അടുത്ത് ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാ അപ്രൂവലും എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായത്. പിന്നെ സ്വന്തം വീട്ടിൽ സ്റ്റാൾ ഇടുമ്പോൾ ഇവിടെ അമ്പല കമ്മിറ്റിക്കാരെ അപ്രൂവൽ വേണമെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. ഇനിയിപ്പോ അവര് എന്തെങ്കിലും നമുക്ക് അറിയെങ്കിൽ അവര് നമ്മൾ അപ്രൂവൽ എടുക്കും, ഇപ്പൊ ചോദിച്ച എമൗണ്ട് കൊടുക്കാനും നമ്മൾ റെഡി ആയിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോ രാത്രി വന്നിട്ട് ഇവര് നമ്മളെ സ്റ്റാളിലേക്ക് വന്നു. ഇവർ ഭയങ്കര റൂഡായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തു. പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായി സ്റ്റാൾ ഇട്ടത്, അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും എല്ലാം ചെലവായിട്ടുണ്ട്. പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് അതിൽ സ്റ്റാൾ തട്ടി താഴിട്ടു. അപ്പൊ ഓഫ് കോഴ്സ് മനുഷ്യന്മാർക്ക് ദേഷ്യം വരും. നമ്മൾ കുറച്ച് റൂഡായി. അപ്പൊ നമ്മൾ റൂഡായി പോയ ആ ഒരു വീഡിയോ അങ്ങനെ അതങ്ങ് വൈറലായി, അത് എവിടെയല്ലോ എത്തി. അപ്പൊ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അത് വേറെ എന്തെല്ലോ രീതിയിലാണ് ഇപ്പൊ അത് പ്രചരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഉണ്ടായ സംഭവം. അപ്പൊ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയ ഒരു സംഭവം 2 സെക്കൻഡിന്റെ ഒരു ദേഷ്യത്തിന് അവൻ ഇങ്ങനെ തട്ടിയിട്ടപ്പോ നമുക്ക് നല്ല പ്രശ്നം ഉണ്ടായിനി. അപ്പൊ അവന്റെ അടുത്ത് നമ്മളൊരു സോറി എങ്കിലും എക്സ്പെക്ട് ചെയ്തിനി, അതുപോലെ നമുക്കത് തന്നിട്ടില്ല. അപ്പോ ഇത് വേറെ രീതിയിൽ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ. അപ്പോ ഇതാണ് ആ എക്സ്പ്ലനേഷൻ വീഡിയോ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവര് അപ്രൂവൽ ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് അപ്രൂവ്ഡ് ആണ് എന്നുള്ള കാര്യം ഇവര് വ്യക്തമാക്കിയിട്ടില്ല. എന്ത് അപ്രൂവ്ഡ് ആണ് വാങ്ങിയിട്ടുള്ളത്, ആരുടെ അടുത്താണ് വാങ്ങിയിട്ടുള്ളത്, ക്ഷേത്ര കമ്മിറ്റിന്റെ അടുത്ത് നിന്ന് അപ്രൂവ്ഡ് വാങ്ങണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്രൂവ്ഡ് എന്ന് പറയുന്നത് ഫുഡ് സ്റ്റാൾ ആണെങ്കിൽ എന്തായാലും പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിന്റെയോ അപ്രൂവ്ഡ് ഉണ്ടാവണം, ലൈസൻസ് ഉണ്ടാവണം. ഇങ്ങനെ ഫുഡ് സ്റ്റാൾ തുടങ്ങുന്നുണ്ട് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു പ്രശ്നത്തിലേക്കും കേസിലേക്കും എന്തെങ്കിലും ഫുഡ് പോയ്സൺ അങ്ങനെ എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ വീടിന്റെ പറമ്പിലാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ തുടങ്ങിയത്.
അതിന്റെ പേരിലാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ അതിൽ 100% തെറ്റ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ സ്വന്തം വീട്, സ്വന്തം പറമ്പ്, അവിടെ ഒരു സ്റ്റാൾ തുടങ്ങുന്നതിന് അവിടെ എന്തെങ്കിലും വെക്കുന്നതിനുള്ള അധികാരം നമ്മൾക്കാണ് ഉള്ളത്. അത് ക്ഷേത്ര കമ്മിറ്റീന്റെ പരിധിയിൽ പെടുന്നില്ല. ക്ഷേത്ര കമ്മിറ്റീന്റെ പറമ്പിൽ, ക്ഷേത്ര കമ്മിറ്റിയുടെ സ്ഥലത്ത് സ്റ്റാൾ തുടങ്ങുകയാണെങ്കിലാണ് നമ്മൾ അവർക്ക് പൈസ കൊടുക്കേണ്ട കാര്യമുള്ളത്. ഇപ്പൊ ഈ വീഡിയോ പറയുന്നുണ്ട്, അവർ വന്ന ഉടനെ ഇവരോട് കയർക്കുകയും അതില് ഒരുത്തൻ ഫുഡ് എല്ലാം തട്ടിമറിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർ ഇത്രയ്ക്കും ട്രിഗറായതും ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നുള്ളത്. ഈ ക്ഷേത്ര കമ്മിറ്റി ഭരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്ത വീഡിയോയിൽ ചെയ്ത വീഡിയോയിൽ അതിൽ CPM-ന്റെ എന്നുള്ള ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മല്ലിയോട്ടുകാവ് ക്ഷേത്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ CPM കമ്മിറ്റിയാണോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഓരോ നാട്ടുപ്രദേശങ്ങളിലും അതാത് അമ്പലങ്ങളിൽ പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൈകടത്തൽ എന്തായാലും ഉണ്ടാകും. അവിടെ ഒരു CPM-ത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശം ആണെങ്കിൽ അത് ആ അമ്പലം CPM-കാരായിരിക്കും അതിലെ മാക്സിമം ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മറ്റും. അതേപോലെ അത് കോൺഗ്രസിന്റെ ആണെങ്കിൽ അങ്ങനെ, BJP-യുടെ ആണെങ്കിൽ അങ്ങനെ, അത് അങ്ങനെ തന്നെയാണ് വരിക. കാരണം അതേ നാട്ടുകാരാണല്ലോ അതേ ആ കമ്മിറ്റിയിൽ അംഗമാവുക. അപ്പൊ അവർക്ക് പാർട്ടി പ്രവർത്തകരായിരിക്കാം, മാക്സിമം പാർട്ടി പ്രവർത്തകരാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ ഉണ്ടാവുക. പക്ഷെ ഇത് CPM-ഓ കോൺഗ്രസോ എന്നുള്ളതല്ല, ഇത് ഒരു സ്റ്റാളിന്റെ പ്രശ്നമാണ്. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഫുഡ് സ്റ്റാൾ ആണെങ്കിൽ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെയോ ലൈസൻസ് തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം. ഇതില് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്താണ് 100% തെറ്റ് കാണുന്നത്. ഇത്രയധികം റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവരെ പറമ്പിൽ അവരും ഒരു അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ഇൻവെസ്റ്റ് നടത്തിയ ഒരു സാധനം ഇങ്ങനെ പോയി തട്ടിത്തെറിപ്പിക്കണ്ടോ, ഇത്രയധികം പ്രശ്നമാക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.